എന്റെ പൂജാപുഷ്പമേ, എന്റെ മാനസ സരോവരത്തിൽ മസിലുള്ളവർക്കേ സ്ഥാനമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഈ കാമാന്ധൻ അതിനായി പരിശ്രമിക്കുകയാണ്. നല്ല അഭ്യാസിയാണെന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല, ഒന്ന് രണ്ട് അഭ്യാസങ്ങൾ അറിയാം. കണ്ടപ്പോ നല്ല മുഖപരിചയം തോന്നി, അതാ ചവിട്ടാൻ പറഞ്ഞത്. അയ്യോ ചവിട്ടരുത്, ഞാനിപ്പോ ശരീരം പുഴുങ്ങി തിരുമി ഇളയതായി നിൽക്കുകയാണ്. ആ ചവിട്ടല്ല, വണ്ടി ചവിട്ടിയ കാര്യമാണ്. അല്ലെ മുഖത്തെന്താ വാരി പൂശിയിരിക്കുന്നത്? സൗന്ദര്യം വരുത്താനുള്ള ഫേഷ്യൽ ക്രീം. ഇതിട്ടാ വല്ല മാറ്റവും വരുമോ? സ്ഥലമാറ്റം വരും. അയ്യോ, ഇപ്പൊ തന്നെ ഒരു മാറ്റം കഴിഞ്ഞു വന്നതേ ഉള്ളൂ. ഇനി ഒരു മാറ്റം കൂടെ താങ്ങാനുള്ള ശേഷി ഈ ശരീരത്തിനില്ല. എന്താ പേര്? ചാപ്ലിൻ. ചാപ്ലിൻ? മിസ്റ്റർ ചാപ്ലിൻ, ഈ റോസ് വില്ല എവിടാന്നറിയോ? റോസ് വില്ല ഇവിടുന്ന് 4ാമത്തെ വളവിൽ 3ാമത്തെ വളവിൽ വീടാണ്. താങ്ക് യു താങ്ക് യു. ചാപ്ലിൻ, അഭ്യാസം തുടർന്നോളൂ. ഒരു മുട്ട എടുക്കുന്നതിൽ വിരോധമുണ്ടോ? മുട്ട എടുക്കുന്നതിൽ വിരോധമില്ല, മുട്ട അടിക്കരുത്. നിർദോഷികളെ ഞങ്ങൾ എന്തിനാ മുട്ട അടിക്കുന്നത്? മുട്ട എടുക്കുവാണേ. പോസായതുകൊണ്ട് നല്ല രുചിയായിരിക്കും. വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്തോ പറഞ്ഞ പോലെ തോന്നി. ഒന്നും പറഞ്ഞില്ല. ഒന്നും വിചാരിക്കരുത്, ഒരു മുട്ട കൂടെ എടുക്കുക. അല്ലെങ്കിൽ വേണ്ട, ഒരു 3-4-5 കയ്യിലിരിക്കട്ടെ. പോകുന്ന വഴിക്ക് പട്ടി കൊണ്ടേൽ എറിയാം. പട്ടി? ഇതെന്ത് പാലാ? അമിഞ്ഞ പാല്. തത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ തത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ തൈഹ തൈഹി തൈഹ തൈഹി തക്കിട്ട 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 തക്കിട്ട. അതെ, തത്തിത്തൈ ദിത്തൈ 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 തൈതൈ തിരുതൈ താ. കുട്ടി, ഇത് വെസ്റ്റേണും ബ്രേക്ക് ഡാൻസും ഒന്നുമല്ല. ഭരതനാട്യം എന്ന് പറയുന്നതേ മെയ് വഴങ്ങി തന്നെ ചെയ്യണം, മുഖത്ത് ഭാവവും വരണം. അങ്ങോട്ട് മാറിയുന്നേ, നോക്ക്. തത്തൈ താഹത്തൈ. ഇരിക്ക്, ഇരിക്ക്. നോക്ക്. തത്തൈ താഹത്തൈ ദിത്തൈ തൈഹൈ തിരുതൈ താ. ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്ത് നോക്കണേ. ഓക്കെ ഇരിക്കെ. ഓക്കെ. തത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ തത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ. ഇരുന്ന് കളിക്കണം. തക്കി തക്കിട്ട തക്കിട്ട ദിത്തൈ തൈ തൈ ദിത്തൈ താ. കൈ താഴെ വരണം. തൈ തൈ ദിത്തൈ താ. തത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ. ആരത്? ഭീമൻ ചേട്ടനോ? അല്ല, അർജുനൻ. അപ്പൊ പേര് മാറ്റിയോ? പേര് മാത്രമല്ല, തന്റെ മോന്റെ ഷേപ്പ് ഞാൻ മാറ്റും. എന്തിന്? പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പെങ്ങളിങ്ങനെ ഒളിഞ്ഞു നോക്കരുതെന്ന്. ഒളിച്ചു നോക്കിയതല്ലേ ഉള്ളൂ, ഒളിച്ചോടിയില്ലല്ലോ. അപ്പൊ ഒളിച്ചോടാനുള്ള പരിപാടി ഉണ്ടല്ലേ? എടോ ചാർലി, ഒരു ജീവപര്യന്തം എത്ര വർഷം അറിയാമോ? അങ്ങനെ ഇത്ര വർഷമൊന്നുമില്ല, എത്ര വർഷം വേണോ ആകാം. എന്തായാലും മിനിമം ഒരു 15 കൊല്ലം വരും. എന്തിനാ? നിങ്ങൾ കൊന്നിട്ട് ജയിലിൽ പോകാൻ. ജയിലിൽ പോകാനൊക്കെ നിങ്ങൾക്ക് പിന്നീട് അവസരം കിട്ടും, ഇഷ്ടംപോലെ കിട്ടും. പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്നിടത്ത് തനിക്ക് എന്താണോ കാര്യം? അവരുടെ ചുവടുകൾ ശരിയാണോ എന്ന് ഞാൻ സസൂക്ഷ്മം നിരീക്ഷിക്കായിരുന്നു. ഇയാളാരെ കലാമണ്ഡലം ചാപ്ലിൻ നായരോ? ഭീമട്ടൻ കൂൾ ഡൗൺ. അവിടെ ചെന്ന് കാവലേക്ക് പോയി, കാവലേക്ക് പറഞ്ഞോണ്ട് മാത്രം. ഓക്കെ ഓക്കെ. ഈ ബോഡി ഗാർഡിന്റെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. എന്റെ തിരക്കാ കൈ കൊണ്ട് പഴയ ചെറ്റ സ്വഭാവം കാണിച്ചോണ്ടല്ലോ. സ്നേഹിക്കുന്ന ഒരു കുറ്റമാണോ? സ്നേഹിക്കുന്നത് കുറ്റമല്ല, പക്ഷെ നിന്നെ പോലുള്ള തെണ്ടികൾ സ്നേഹിക്കുന്നത് കുറ്റമാ. സൂര്യ, ചന്ദ്ര, ചാർലി, ചാപ്ലിൻ ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് ചുറ്റി കളിച്ചോണ്ടല്ലോ. എന്റെ ചേർപ്പ് ഭഗവതി, ചന്ദ്രലേഖ എന്നോടൊപ്പം ചേർത്ത് വെക്കണമേ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പെട്ടെന്ന് പറയണം. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. പണി? അതിനെ കുറിച്ച് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്താണ്? ഇന്ന് മുതല് എന്റെ പണി സാർ ചെയ്തോളാന്നാണ്.
കോമഡി പറഞ്ഞെന്നെ ചിരിപ്പിക്കല്ലേ, എന്റെ വയറ്റിൽ നീര് വീഴും. വയറ്റിൽ മാത്രമല്ല, ഈ ശരീരം മുഴുവനും നീര് വീഴാനുള്ള സാധ്യത കാണുന്നു. ചാർലി, വേട്ടയും തോട്ടയുമായി കഴിഞ്ഞവനാണ് ഈ ആൽബർട്ട്. എന്റെ നാൻസി മോൾക്ക് വേണ്ടിയാണ് അതൊക്കെ നിർത്തിയത്. നീ എന്നെ പഴയ വേട്ടക്കാരനാക്കരുത്. വേട്ടക്കാരനല്ല, തന്നെ ഇവിടുത്തെ തോട്ടക്കാരനാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഭീഷണിയാണോ? ആണെന്ന് തന്നെ വെച്ചോ. ബോഡി ഗാർഡാകാൻ വന്നവൻ ആ പണി ചെയ്താൽ മതി. നാൻസി മോളുടെ കാമുകനാകാൻ ശ്രമിക്കണ്ട. ഓ, വെറും ഓയല്ല, ഇത് ആൽബർട്ടിന്റെ ഓർഡറാണ്. ഇതിന് ലംഘിച്ചാൽ പിന്നെ കാണുന്നത് എന്റെ മറ്റൊരു മുഖമായിരിക്കും. അപ്പോ ഒരുപാട് മുഖങ്ങളുണ്ടല്ലേ? 2-3 മുഖങ്ങൾ നേരത്തെ ഞാൻ കണ്ടു. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. സ്നേഹസമ്പന്നനായ ആൽബർട്ട് അങ്കിളിന്റെ ത്യാഗോജ്വലമായ മുഖം, സ്വത്തിനു വേണ്ടി സ്വന്തം അനന്തരവളെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു കൊലപാതകിയുടെ ഭീകരമായ മുഖം. വാട്ട്? യെസ് മിസ്റ്റർ ആൽബർട്ട്. വെറുതെ നമ്പർ ഇറക്കരുത് ചാർലി. നമ്പർ ഇറക്കുകയല്ല, നമ്പർ കറക്കാൻ പോവുകയാണ്. ഏത് നമ്പരാന്നറിയോ? നമ്പർ 100, പോലീസിന്റെ നമ്പർ. പോലീസോ? അതെ, ആയുഷ്കാലം മുഴുവൻ ഇരുമ്പഴി എണ്ണാനുള്ള നമ്പർ. വരട്ടെ ആൽബർട്ട് അങ്കിൾ. ജീസസ്, വീരപ്പന് വെച്ച കണി പോലീസിന് തന്നെ ആവുമോ? ഇല്ല, ആൽബർട്ട് തളരില്ല. അടുത്ത ബ്രഹ്മാസ്ത്രം അവൻ തടുക്കില്ല. പറഞ്ഞ എത്രയുണ്ടല്ലോ. അടേ കൊണ്ടുപോടേ അവനെ. വാ വാ വാ. ഇവൻ ആള് ഉഗ്രനാണ് സാറേ. ഇതോടെ സാറിന്റെ ശല്യം തീരും. അല്ല, സാറിന്റെ പെണ്ണിനെ കൊണ്ടുള്ള ശല്യം തീരും. അടേ പാക്ക് ചെയ്ത് കൊറേ. ഇന്നങ്ക സാർ കുടിയുങ്ക സാർ. സാർ ധൈര്യമാ കൊണ്ടുപോകും. എല്ലാം പറഞ്ഞ പോലെ നടക്കുമല്ലോ. ഇതെന്റെ അവസാനത്തെ പ്രയോഗമാണ്. മൈ ലാസ്റ്റ് സപ്പർ. ഷേ, ഇതെന്നെ ചോദ്യം. സാറ് ധൈര്യമായി കൊണ്ടുപോകണം. എല്ലാം പറഞ്ഞതുപോലെ നടക്കും. നടക്കണം. സാറേ, സാറിന്റെ ആ പെങ്കൊച്ച് കുളി കഴിഞ്ഞ് മുറിയിലോട്ട് വരുന്നു. വരുന്നു. സാറ് ഈ പെട്ടി നേരത്തെ ആ മുറിയിൽ വെച്ചിട്ടുണ്ട്. സാർ, ഇനി ഞാൻ சொல்ல போறது ശ്രദ്ധിച്ച് കേളുങ്ക സാർ. அந்த പെങ്കൊച്ച് ഉടുതുണി മാറുന്നു. സാർ സാർ മാറുന്നു. പാമ്പ് പുറത്തേക്ക് വരുന്നു. അവൻ അങ്ങനെ എഴഞ്ചെഴഞ്ച് പൊണ്ണു പക്കത്തിലേ വരുന്നു. ദൈവം, എന്നിട്ടോ? അവൻ ശബ്ദം പോടാമ പെങ്കൊച്ച് കിട്ട വന്ന് തല ഉയർത്തി നോക്കുന്നു. എന്നിട്ട് മർമ്മം നോക്കി കാലിലോട്ട് കേറുന്നു. അയ്യോ, என்ன സാർ ഇത് അപസ്മാരമാ? സാർ, അയ്യോ, ഏൻ പാമ്പ് സാറിന്റെ കോണ അല്ല ട്രൗസർക്കുള്ള. സാർ அப்படியே நில்லை, நான் இப்ப வரேன். ஐயோ, எல்லாமே வெளியே வந்துடுச்சு. சார் ஒதுங்கோ. ஐயோ, നല്ല താളബോധം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഇപ്പൊ പ്രോഗ്രാമിനൊന്നും പോണില്ലേ? 3-4 പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി നടത്തിയിടത്തൊക്കെ കൈയടിയുടെ ബഹളം. അപ്പൊ പ്രോഗ്രാം കഴിയുമ്പോ അടിയാണോ കിട്ടുന്നത്? അയ്യോ, ആരുടെ കാര്യമല്ല പറഞ്ഞത്. പ്രോഗ്രാം നടത്തുന്നത് നാട്ടുകാരുടെ ക്ലാപ്സ്. ഓ, അത് ശരി. എങ്ങനെ വീശു? ഈ വീശലല്ലേ? അയ്യോ, ആ വീശലല്ല, ഈ സ്മാളടി. വീശു. അങ്ങനെയൊന്നുമില്ല. രണ്ടെണ്ണം വീശു. ഓസാണെങ്കിൽ 12 എണ്ണം. 12 എണ്ണോ? നിർബന്ധിച്ച മാത്രം. എടുക്കനാണല്ലോ. നല്ല അസല് സാധനം ഇരിപ്പുണ്ട്. വാ, സ്കോച്ചാണോ? സ്കോച്ചിന്റെ കുപ്പിയില വാറ്റ 69. അതൊന്നും വേണ്ട, 12 എണ്ണം മതി. ഇനി കുട്ടി പ്രാക്ടീസ് ചെയ്തോണ്ട് ഞാൻ ഇപ്പൊ വരാവേ. എന്തിനാ എന്നെ വിളിച്ചത്? എന്റെ പൊന്നാങ്ങളെ അറിയാതെ ഇന്ന് വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പൊന്നാങ്ങളയുടെ അനുവാദം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇത്ര കൂളായിട്ട് ഇങ്ങോട്ട് വിളിച്ചത്. നാളെ ഞാൻ എന്റെ ചന്ദ്രലേഖയെ കാണാൻ വീട്ടിൽ വരും. എനിക്ക് മനസ്സ് തുറന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്റെ പൊന്നാങ്ങളെ എങ്ങാനും അറിഞ്ഞാ പൊന്നാങ്ങളെ തട്ടിക്കളയാ? അല്ല, തട്ടിക്കറിയ മട്ടുമാറുന്ന ആളാണെന്ന് പറഞ്ഞായിരുന്നു.
അങ്ങനെ എന്നാ ഞാൻ ചെല്ലട്ടെ. ആ എപ്പോ വന്നു? ഞാനോ? ഞാൻ വന്നിട്ട് 50 വർഷം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഒന്നേ ഉള്ളെന്ന്. തന്നെ ഞാൻ എന്തിനിവിടെ കൊണ്ടുവന്നു? താൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണോ? നീ വന്നേ. ഇപ്പൊ അകത്തേക്ക് പോയത് അവളല്ലേ? അപ്പൊ അകത്ത് പാടിക്കൊണ്ടിരുന്നത് ആര്? അല്ല, അപ്പൊ പുറത്തേക്ക് പോയത് ആര്? രണ്ടെണ്ണം അകത്ത് വന്നാ പുറത്താര് അകത്താര് ഒരു പിടിയില്ല. അപ്പൊ അകത്ത് ഇതായിരുന്നല്ലേ? സാർ എന്താ ഇതുവരെ സംസാരിച്ചത്? എനിക്കൊരു പുള്ളി മനസ്സിലായില്ല. തനിക്കൊന്നും മനസ്സിലായില്ലേ? എടാ മരത്തറയാ, ഞാൻ പോയിട്ട് വരുമ്പോ താൻ എല്ലാ കാര്യം ശരിയാക്കാൻ പറഞ്ഞിട്ട് പ്രേമിക്കാൻ ആ നടക്കുന്നു. അക്കാര്യം മാത്രം സാർ സംസാരിക്കരുത്. അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്താ വെച്ചാ? പ്രേമിക്കുന്ന മനസ്സുകളെ തമ്മിൽ പിരിക്കരുതെന്ന്. അവിവാഹിതനായ സാറിന് എങ്ങനെ പ്രേമത്തിന്റെ ഫീലിങ്സ് മനസ്സിലാവാൻ? പ്രേമത്തിന് ഇത്ര വലിയ ഫീലിങ്സ് ഉണ്ടോ? പിന്നെ എങ്കിൽ അത് വെച്ചൊരു കളി കളിക്കാം. ആ എന്തിനാ ഇവിടെ നിർത്താൻ പറഞ്ഞത്? ഈ ഹോസ്റ്റലിലെ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാം. ഒരു മിനിറ്റ്. ഓ അതെ, കൃത്യം 1 മിനിറ്റ് കഴിയുമ്പോ ഞാൻ പോകും. ഷോപ്പിങ്ങിന് പോവാ. ചാർലി ഇവിടെ വെയിറ്റ് ചെയ്യാ. അപ്പൊ പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ. സാർ, എന്നെ രക്ഷിക്കണം. ഒരാളെന്നെ ഉപദ്രവിക്കാൻ വരുന്നു. ആര്? അറിയില്ല സാർ. വീടൊന്നും പട്ടാ പോലും പോയി. സാർ, ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണം. ബൈ. എന്തായി കളിക്കുന്ന? നിങ്ങൾ ആരാ? രക്ഷിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിടിയോട്. ഇങ്ങനെ ബലമായിട്ട് പിടിച്ചാ. പിടിയോ. എന്താ ഇത്? I love you. ലവോ? ലേഡീസ് ഒക്കെ എന്താ ഇങ്ങനെ? എനിക്ക് നിങ്ങൾക്ക് ആള് മാറിയതാ. ആൾക്കാർ കണ്ടെന്ന് വിചാരിക്കും. നമ്മുടെ പീഡനങ്ങളുടെ കാലം. നമുക്ക് പോവാം. നിങ്ങൾക്ക് ആള് മാറിയതാ. നാൻസി, എനിക്കിത് അറിയില്ല. പിന്നെ ലവ് എന്ന് പറയുന്നു. You cheat. അയ്യോ, ചീറ്റിക്കൊന്നുമില്ല. നാൻസി, ഞാൻ പറയുന്നത് ഇവരെ എനിക്കറിയില്ല. സത്യമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് ഭ്രാന്താ. ഇവരെ ഏതോ ഭ്രാന്താശുപത്രി ചാടി വന്നതാ. നാൻസി, നിക്ക്. എനിക്കൊന്നും അറിയില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആ ടൈപ്പ് അല്ല. സ്ത്രീ പീഡനമൊക്കെ മാറിപ്പോ പുരുഷ പീഡനമായോ? ഏതായി സ്ത്രീ? ഇന്ന് ഞാൻ